രൗദ്രം. രചന കാശിനാഥൻ. രുദ്രൻ അടുത്തേക്ക് വന്നതും പാവം ദക്ഷയെ അടിമുടി വിറച്ചു. തികട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി. എന്താടി, എന്തിനാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ദക്ഷയുടെ ഇരു തോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ പാവം പെൺകുട്ടി പിന്നിലേക്ക് വീഴാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ തന്നെ അവൾ വീഴാതെ കൊണ്ട് ദക്ഷയെ കയറി പിടിച്ച് നേരെ നിർത്തി. ലക്ഷ്മിയമ്മ പറഞ്ഞു, മുഷിഞ്ഞ തുണികൾ എടുത്തുകൊണ്ട് വരാൻ. അതെടുക്കാൻ വന്നതാ. ദക്ഷ പറഞ്ഞതും അവൻ ഇത്തിരി അയഞ്ഞതായി അവൾക്ക് തോന്നി. വേഗം മുറിയിലേക്ക് ചെന്നിട്ട് തുണികളും വാരി എടുത്തുകൊണ്ട് ദക്ഷ താഴേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ലേഖയുടെ ഫോൺ കോൾ വീണ്ടും രുദ്രനെ തേടിയെത്തി. ദേഷ്യത്തോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ രുദ്രൻ. ആ പറയൂ. മോനെ, എനിക്ക് ഇത്തിരി സാവകാശം തരാമോ? ഒരു മാസത്തിനുള്ളിൽ മോൻ്റെ പൈസ ഞാൻ തന്നു തീർക്കും. എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരാമോ? അവൾ പാവമാണ് മോനെ. യാതൊരു തെറ്റും ഇന്നേ വരെ ആരോടും ചെയ്തിട്ടില്ലാത്തവളാണ് എൻ്റെ കുട്ടി. അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എൻ്റെ പണം അയാൾ തരട്ടെ, എന്നിട്ട് മതി ബാക്കി ആലോചനകൾ. ദക്ഷ, എൻ്റെ കുഞ്ഞ് ഒരുപാട് സഹിച്ചു. അവളുടെ ജീവിതത്തിൽ കുറേ കയ്പുനീര് കുടിച്ചു. ഇനിയും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ ഇതൊന്നും സഹിക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടാവില്ല മോനെ. എൻ്റെ പൊന്നുമോള് എന്തേലും തോന്നാബുദ്ധി കാണിക്കും. നിങ്ങൾ ഫോൺ വയ്ക്കുക, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മോനെ, എൻ്റെ മകൾ, അവൾ പാവാ മോനെ. മതി പറഞ്ഞത്, നിങ്ങൾ വയ്ക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. രുദ്രൻ കോൾ കട്ട് ചെയ്തു. ഈ സമയത്ത് വിശ്വനാഥൻ വിലാസിനിയുടെ അടുത്താണ്. എടി, ആ കാശ് കുറച്ച് തിരിച്ചു വേണം. അത് കൊടുക്കാതെ ദക്ഷയെ അവൻ തിരിച്ചു തരില്ല. കുറച്ചെങ്കിലും കൊടുത്താലേ കാര്യം നടക്കൂ. അതുകൊണ്ട് നീ അവനോട് പൈസ വാങ്ങ്. വിശ്വനാഥൻ്റെ നഗ്നമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് വിലാസിനി. അപ്പോഴാണ് അയാളിൽ നിന്നും ഇങ്ങനെയൊരു വാചകം കേൾക്കുന്നത്. അതും ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ട്. അയ്യോ വിശ്വേട്ട, അതെങ്ങനെ ശരിയാവും? ചെറുക്കനാ പൈസ കൊണ്ടുപോയല്ലോ. പുതിയ തുണിക്കട അവൻ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. ഇനി എങ്ങനെയാ അവനോട് കാശ് തിരിച്ചു ചോദിക്കുന്നേ? എടി, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ജാനകിയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് അതിൻ്റെ പാരിതോഷികമല്ലേ അവനെനിക്ക് കാശായിട്ട് തന്നത്. ആ കല്യാണം നടന്നില്ല. നാശം പിടിച്ചവൾ ഏതോ ഒരുത്തൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. ഇതിപ്പോൾ ദക്ഷയല്ലേ അവിടെ കിടന്ന് നരകിച്ച് തീർക്കുന്നത്. വിശേഷം വിഷമിക്കണ്ട. ഞാൻ അനന്തനോട് പറഞ്ഞ് എന്തെങ്കിലും വഴി കാണാം. പൈസ കുറച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ അവനോട് ചോദിക്കാം. 20 ലക്ഷം അല്ലേ തന്നത്? അതെ. ആ, രാത്രിയിൽ അവൻ വരുമ്പോൾ ഞാൻ സംസാരിക്കാം. വെറുതെ പറഞ്ഞുകൊണ്ടാണെങ്കിലും വിലാസിനി അയാൾക്ക് പ്രത്യാശ കൊടുത്തു. അന്ന് വൈകുന്നേരം വിലാസിനിയുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വിശ്വനാഥിൻ്റെ ഉള്ളിൽ ആ പണം തിരികെ കിട്ടും എന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അയാൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ലേഖ കാത്തിരിക്കുകയാണ്. പണം തിരിച്ചു തന്നോ? വിശ്വനാഥനെ കണ്ടതും ലേഖ ഓടി വന്നു. അങ്ങോട്ട് മാറടി. ലേഖയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് വിശ്വനാഥൻ മുറിയിലേക്ക് പോയി. അലക്കി ഉണങ്ങിയ തുണികളൊക്കെ മടക്കി അലമാരയിൽ വെച്ച് ദക്ഷ രുദ്രൻ്റെ റൂമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു. കിടക്കയൊക്കെ നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നാലും ഒന്നുകൂടെ എല്ലാം വിരിച്ച് ചുളിവുകൾ വിടർത്തി. രുദ്രൻ ഉച്ചതിരിഞ്ഞപ്പോൾ പുറത്തെവിടെയോ പോയതാണ്. ആ തക്കം നോക്കി ഓടിക്കയറി വന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടു. എന്നിട്ടൊന്ന് കുളിക്കാനായി കയറി. അരമണിക്കൂർ കുളത്തിൽ നീന്തി തുടിച്ച് കുളിച്ചു കയറി വന്നവൾ 5 മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങി വന്നു. മാറിയ തുണികൾ ചുരുട്ടി കൂട്ടിക്കൊണ്ട് താഴേക്ക് ഓടി വന്നപ്പോൾ രുദ്രൻ അമ്മയോടൊപ്പം സംസാരിച്ച് സ്വീകരണമുറിയിൽ ഇരിക്കുന്നത് അവൾ കണ്ടു. ദക്ഷ. ലക്ഷ്മിയമ്മ വിളിച്ചതും അവൾ അവരെ നോക്കി. ഒരു വേണുമാഷ വിളിച്ചു മോൻ്റെ ഫോണിൽ. ഇതാ, അദ്ദേഹത്തെ തിരിച്ചു വിളിക്ക്. അവർ ഫോൺ നീട്ടിയതും അവളത് വാങ്ങി. രുദ്രൻ വേണുമാഷിൻ്റെ നമ്പർ ഡയൽ ചെയ്താണ് അവൾക്ക് ഫോൺ കൈമാറിയത്. താമസിയാതെ തന്നെ മാഷിൻ്റെ ശബ്ദം ദക്ഷ കേട്ടു. ഹലോ മാഷേ, ആ കുട്ടി നിൻ്റെ ഫോണിൽ കുറേ വിളിച്ചു, കിട്ടിയില്ല. എന്നിട്ട് വിശ്വനാഥനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ്
വിവാഹം കഴിഞ്ഞ വിവരമൊക്കെ അറിയുന്നത്. മാഷ് പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. മാഷേ, ആരെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും സാരമില്ല മോളെ. മാഷ് വിളിച്ചതേ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനാ. ഓണപ്പരീക്ഷയ്ക്കിനി അധികം ദിവസമില്ല. നീ വൈകാതെ സ്കൂളിലേക്ക് എത്തുമോ? മാഷിൻ്റെ ചോദ്യം കേട്ടതും ദക്ഷ രുദ്രനെ ഒന്ന് പാളി നോക്കി. പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണവൻ. ദക്ഷ, കുട്ടി കേൾക്കുന്നുണ്ടോ? ഉവ്. അടുത്ത ആഴ്ച മുതൽ കുട്ടിക്ക് സ്കൂളിലേക്ക് വരാൻ സാധിക്കുമോ? മാഷേ, ഞാൻ മാഷിനെ തിരിച്ചു വിളിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ വെക്കാട്ടോ. ശരി മാഷേ. ഫോൺ കട്ടായതും ദക്ഷ അത് തിരിച്ചു കൊടുക്കുവാനായി രുദ്രൻ്റെ അരികിലേക്ക് ചെന്നു. ലക്ഷ്മിയമ്മ അവരുടെ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. രുദ്രൻ്റെ അരികിലായി കിടന്ന കസേരയിൽ അവൾ ഫോൺ വെച്ചു. എന്നിട്ട് തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അത്താഴമൊക്കെ എടുത്തു വെക്കുവാനായി ലക്ഷ്മിയും ദക്ഷയുടെ കൂടെ നിന്നു. ഇന്ന് രാത്രിയിൽ പത്മിനി മടങ്ങിപ്പോകും. അതുകൊണ്ട് ഫുഡ് നേരത്തെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം പത്മിനിയെ എയർപോർട്ടിലാക്കുവാൻ വേണ്ടി പോകാൻ. രുദ്രനും ലക്ഷ്മിയും കൂടി പോകാനായിരുന്നു. പക്ഷേ ദക്ഷ തനിച്ചുള്ളത് കാരണം ലക്ഷ്മി പിന്നീട് തൻ്റെ യാത്ര വേണ്ടെന്ന് വെച്ചു. ചപ്പാത്തിയും വെജ് കുറുമയും ജീരകവെള്ളവും പിന്നെ സാലഡും ഇത്രയുമാണ് കഴിക്കാനുള്ളത്. മൂവർക്കും എടുത്തു വെച്ചിട്ട് ദക്ഷ അടുക്കളയിലേക്ക് തിരിഞ്ഞു. കുട്ടികൾക്ക് പരീക്ഷ വരികയാണ്. 5 മുതൽ 7 വരെ ക്ലാസ്സുകളിലാണ് ദക്ഷ പഠിപ്പിക്കുന്നത്. ഇനി 2 ആഴ്ച കൂടിയുള്ള പരീക്ഷ തുടങ്ങാൻ. അതുകൊണ്ടാണ് വേണുമാഷ വിളിച്ചത്. തൻ്റെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തിരിച്ചു വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമായിരുന്നു. സങ്കടത്തോടെ അവൾ ചുവരിൽ ചാരി നിന്നു. കുട്ടി, പത്മിനിയുടെ ശബ്ദം കേട്ടതും ദക്ഷ തിരിഞ്ഞു നോക്കി. നീ ഭക്ഷണം എടുത്ത് കഴിക്ക്. വിശക്കുന്നില്ലേ നിനക്ക്? കഴിച്ചോളാം. ഞാൻ ഇന്ന് രാത്രി 12:30 പോകും. ഇനി അടുത്ത വരവിന് കാണാം. അവർ വന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ദക്ഷ അവരെ നോക്കി ചെറുതായി ഒന്നും മന്ദഹസിച്ചു. സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിനക്ക് വിധിച്ചത് രുദ്രനാരായണനാണെങ്കിൽ അവൻ്റെ ഭാര്യയായി തന്നെ നീ കഴിയും. യാതൊരു മാറ്റവുമില്ല. എൻ്റെ അച്ഛൻ വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകും. ദക്ഷ പത്മിനിയോട് പറയുന്നത് രുദ്രനും കേട്ടിരുന്നു. പുച്ഛഭാവത്തിലവൻ വന്നിട്ട് അടുക്കളയിലെ ഫ്രിഡ്ജ് തുറന്നു. എന്നിട്ടൊരു ബോട്ടിൽ തണുത്ത വെള്ളവും എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറിപ്പോയി. കുട്ടി, ഇനി ജോലിക്ക് പോകുന്നുണ്ടോ? പത്മിനി വീണ്ടും ചോദിച്ചു. അറിയില്ല. പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. രുദ്രനോട് അനുവാദം ചോദിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക. ചോദിക്കാൻ എനിക്ക് ഭയമാണ്. അങ്ങനെ അവനെ ഭയക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് സംസാരിക്കുക. ഇന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോഴേ ഞാനും രുദ്രനോട് റെക്കമെൻഡ് ചെയ്യാം. ലക്ഷ്മിയും പറഞ്ഞോളൂ കേട്ടോ. പത്മിനി അവളെ സമാധാനപ്പെടുത്തി. അടുക്കളയിലെല്ലാം ഒതുക്കി വൃത്തിയാക്കുവാൻ ലക്ഷ്മിയും അവളോടൊപ്പം കൂടി. താൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് ദക്ഷ പറഞ്ഞെങ്കിലും ലക്ഷ്മി അതൊന്നും സമ്മതിച്ചില്ല. അടിച്ചുവാരി തുടച്ച് എല്ലാം ക്ലീനാക്കിയിട്ട് പത്മിനിയും ലക്ഷ്മിയും കൂടി മുറിയിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി അവർ ദക്ഷയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. എന്താണെന്നറിയില്ല, പത്മിനിക്ക് അതീവ വാത്സല്യവും കരുണയുമായിരുന്നു ആ പെൺകുട്ടിയോട്. അതുപോലെ തന്നെയായിരുന്നു ലക്ഷ്മിക്കും. ദക്ഷ രുദ്രൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി. അത് ചാരിയിട്ടിരിക്കുകയാണ്. തലേദിവസത്തേതുപോലെ അവൾ അന്നും വാതിലിന് പുറത്തിരുന്നു. മുഖം മുട്ടിന്മേൽ ഒളിപ്പിച്ചുകൊണ്ട് ദക്ഷ അങ്ങനെ ഇരുന്നു. അമ്മയോട് കുറേ സംസാരിക്കുവാനും അവരുടെ മടിയിൽ കിടക്കുവാനും ആ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുവാനും അവൾക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. എൻ്റെ അമ്മ, പാവം എൻ്റെ അമ്മ. ഈ ജീവിതത്തിൽ സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും ബാക്കിയില്ല. സമാധാനം എന്തെന്നറിയാത്ത ദിനങ്ങളായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ അങ്ങോളം കഴിഞ്ഞത്. ഒരിക്കലും ഒരു സന്തോഷം എന്താണെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല. തനിക്ക് സ്വന്തമായി ഒരു ജോലി കിട്ടിയപ്പോൾ അമ്മയുടെ മുഖം ആദ്യമായി പ്രകാശിക്കുന്നത് പോലും താൻ കണ്ടു. ദച്ചു, വാത്സല്യത്തോടെ അമ്മ വിളിക്കുന്നത് ഓർത്തുകൊണ്ട് ദക്ഷ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 12:30 രുദ്രനും പത്മിനിയും ഇറങ്ങേണ്ട സമയം. ഒരു 11:30 ശേഷം ലക്ഷ്മി രുദ്രനെ വിളിച്ചു. പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല.
പിന്നീട് ലക്ഷ്മി മുകളിലേക്ക് കയറി വന്നു. പുറത്തുനിന്നുള്ള അരണ്ട വെളിച്ചത്തിലാണ് രുദ്രൻ്റെ മുറിയുടെ വാതിൽക്കൽ എന്തോ കടക്കുന്നത് പോലെ അവർ കണ്ടത്. പെട്ടെന്ന് ലക്ഷ്മി ഭയന്നു. പിന്നീടാണ് അത് ദക്ഷയാണെന്ന് അവർക്ക് മനസ്സിലായത്. തണുത്തു മരവിച്ച് കിടക്കുന്ന ദക്ഷയെ കണ്ടതും സത്യത്തിൽ ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു പോയി. രുദ്രൻ വാതിൽ ലോക്ക് ചെയ്തത് കാരണമായിരിക്കും അവൾക്കകത്തേക്ക് കയറാൻ സാധിക്കാത്തത് എന്നാണ് ലക്ഷ്മി കരുതിയത്. അവർ ഡോറിൽ തട്ടാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്നത് അകത്തു നിന്നും തുറന്ന് രുദ്രൻ പുറത്തേക്കിറങ്ങി വന്നത്. മോനെ, എന്താടാ ഇത്? നിറഞ്ഞ മിഴിയാലെ ലക്ഷ്മി മകനെ നോക്കി. എന്നിട്ട് വെറും നിലത്ത് കൂന്നി കിടന്നുറങ്ങുന്ന ദക്ഷയെയും. ഇത് വല്ലാത്ത ക്രൂരതയാണ്. എന്തിനാടാ ഇതിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിറങ്ങാം, നേരം പോകുന്നു. ഗാംഭീര്യത്തെ പറഞ്ഞുകൊണ്ടവൻ ലക്ഷ്മിയെ നോക്കി. രണ്ടാളുടെയും സംസാരം കേട്ടുകൊണ്ട് ദക്ഷ ചാടി എഴുന്നേറ്റു. പെട്ടെന്നായതുകൊണ്ട് അവൾ വീഴാൻ തുടങ്ങിയതും രുദ്രൻ്റെ കയ്യിൽ കയറി വേഗത്തിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചാരി നിന്നു. ഒരു നിമിഷത്തിനുള്ളിൽ വീണ്ടും നേരെ നിൽക്കുകയും ചെയ്തു. എന്താ മോളെ ഇതൊക്കെ? ഇവിടെ കിടന്നുറങ്ങാൻ നിന്നോട് ആരാ പറഞ്ഞത്? രുദ്രനാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ വെറുതെ. ഇങ്ങോട്ട് വന്നേ കുട്ടി. അവർ തന്നെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. എന്നിട്ട് രുദ്രൻ്റെ കട്ടിലിൽ കൊണ്ടേ നിർത്തി. രുദ്രനാരായണൻ്റെ ഭാര്യയാണ് നീ. നീ കഴിയേണ്ടതും ഇവിടെ ഈ മുറിയിൽ എൻ്റെ മകനോടൊപ്പമാണ്. ഇനി മേലിലിങ്ങനെ ആവർത്തിക്കരുത്, കേട്ടല്ലോ? ലക്ഷ്മി തീർത്തു പറഞ്ഞതും ദക്ഷ പേടിയോടെ തലകുലുക്കി. പതുപതുത്ത ആ കിടക്കയിലിരുന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം പോലെ. പത്മിനി വിളിക്കുന്ന കേട്ടുകൊണ്ട് ലക്ഷ്മി താഴേക്കിറങ്ങിപ്പോയി. ദക്ഷ നോക്കിയപ്പോൾ കണ്ടു, മിഴികളിൽ പകയും വെറുപ്പും നിറച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ. അവൻ അകത്തേക്ക് പാഞ്ഞു വന്നതും ദക്ഷ ചാടി എഴുന്നേറ്റു. തുടരും.